ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ സെഷനാണ്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്റർ 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്, 3 ഭാഗങ്ങളായിട്ടായിരിക്കും പഠിക്കുന്നത്. ആദ്യം വെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും, പിന്നെ പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് പഠിക്കും, പിന്നെ സർക്കുലർ മോഷൻ്റെ ബേസിക്സ് പഠിക്കും. അപ്പോൾ കഴിഞ്ഞ 4 സെഷനായി നമ്മൾ ഈ വെക്ടേഴ്സിൻ്റെ ബേസിക്സ് ആയിരുന്നു പറഞ്ഞത്. വെക്ടേഴ്സിൻ്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം വെക്ടേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ സെഷൻ നമ്പർ 1 നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ് ബേസിക്കലി വരുന്നത്. ആദ്യം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അപ്പോൾ അതിൽ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ സെഷൻ 2ഉം സെഷൻ 3യിൽ കവർ ചെയ്തു. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ സെഷൻ മൾട്ടിപ്ലിക്കേഷൻ 2 രീതിയിൽ ചെയ്യാം. വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരു സ്കേലർ ആവാം, അല്ലെങ്കിൽ വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ആവാം. അപ്പോൾ അത് രണ്ടും 2 രീതിയിൽ വേണം ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതലായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പ്രീവിയസ് സെഷൻസ് കാണാത്തവർ അത് കണ്ടിട്ട് വന്ന് ഈ സെഷൻ കാണുന്നതാണ് നല്ലത്. അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ അത് കണ്ടിട്ട് വന്ന് കാണുന്നതാണ് നല്ലത്. അപ്പോൾ അതാ ഇവിടെ കാർഡ്സിൽ ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവയുടെ ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊള്ളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും വളരെ സ്നേഹത്തോടെയും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് പഠിക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാർക്സ് വരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബേർഡനിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പം ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ കമൻസ് വായിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ നോട്ട്സ് വേണമെന്നുള്ളവർ ഞാൻ പറയുമ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളാം. അങ്ങനെയാണ് നോട്ട്സ് കിട്ടുന്നതിന് ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച ഒരു കാര്യം ഞാൻ വളരെ ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഒരു സ്കേലർ ആയിരിക്കാം, അല്ലെങ്കിൽ 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു വെക്ടർ ആയിരിക്കാം. അപ്പോൾ 2 രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ സ്കേലാർ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയും. എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഈ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു സ്കേലർ ആയിരിക്കും. 2 വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു സ്കേലർ ആയിരിക്കും. അങ്ങനത്തെ വെക്ടർ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എ ഡോട്ട് ബി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് എ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതിയായിരിക്കും. എങ്ങനെയാണ് അത് പറയുന്നത്? ഇത് വൺസ് അഗൈൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണ്. നമുക്ക് 2 രീതിയിൽ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം ഓർ കാർട്ടീഷ്യൻ ഫോം. ഇത് മനസ്സിലാവാത്തവർ സെഷൻ നമ്പർ 1, 2, 3 കണ്ടിട്ട് വരിക. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം പറയുന്നത് എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം പറയുന്നത് ഇതൊരു വെക്ടർ ആണെന്ന് വിചാരിക്കുക, ഇത് മറ്റൊരു വെക്ടർ, ഇത് എയും ഇത് ബിയും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള ചെറിയ ആംഗിൾ നമ്മൾ എടുക്കും. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയല്ല ആംഗിൾ എടുക്കുന്നത്, പകരം അകത്തുള്ള ആംഗിളാണ് എടുക്കുന്നത്. അതാണ് സ്മോളർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ എടുക്കും. ആ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്തൊക്കെയാണുള്ളത്? ഇതിൻ്റെ മോഡുലസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇതിൻ്റെ ആംഗിൾ ഉണ്ട്. അപ്പം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ എയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഈ തീറ്റയുടെ കോസൈൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് വാല്യൂ കിട്ടുമോ അതിനെ 3നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എ ഡോട്ട് ബി കിട്ടുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അതേപോലെ ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലാണെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ അല്ല നമുക്ക് തന്നത്, പകരം നമുക്ക് തന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് x1 ഇൻറ്റു ഐ പ്ലസ് y1 ഇൻറ്റു ജെ പ്ലസ് z1 ഇൻറ്റു കെ, ഇങ്ങനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് തന്നിട്ടുള്ളത് എ. ആൻഡ് ബിയും അതേപോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ തന്നു x2 ഇൻറ്റു ഐ പ്ലസ് y2 ഇൻറ്റു ജെ പ്ലസ് z2 ഇൻറ്റു കെ. ഇങ്ങനെയാണ് എയും ബിയും തന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നത് x1 ഇൻറ്റു x2, ഐന് ഇവിടെ x1 ആണുള്ളത്, ഇവിടെ x2 ആണുള്ളത്. അപ്പോൾ x1 ഇൻറ്റു x2 പ്ലസ് ജെയിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y1, ഇപ്പുറത്ത് y1 ആണ് ജെയിൻ്റെ കോഎഫിഷ്യൻ, ഇപ്പുറത്ത് y2 ആണ് ജെയിൻ്റെ കോഎഫിഷ്യൻ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ y1, y2 ആൻഡ് കെയിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ z1 ആണ് ഇവിടെ കെയിൻ്റെ കോഎഫിഷ്യൻ, z2 ആണ് ഇവിടെ രണ്ടാമത്തെ കെയിൻ്റെ കോഎഫിഷ്യൻ. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z1 ഇൻറ്റു z2. അപ്പോൾ x1, x2 പ്ലസ് ഐൻ്റെ കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ജെയിൻ്റെ കോഎഫിഷ്യൻ മൾട്ടിപ്ലൈ ചെയ്തു, y1, y2 പ്ലസ്
കെൻ്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയായിരിക്കും നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അവിടെ 2 റൂൾ നമ്മൾ പറഞ്ഞായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റൂൾ. എപ്പോഴും i ഇൻറ്റു ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ j ഇൻറ്റു j ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുന്നത്. k ഇൻറ്റു k ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? i എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിലുള്ള 2 യൂണിറ്റ് വെക്റ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ആംഗിൾ 0 ആണ്. i ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ i കോസ് തീറ്റ. ഈ ഫോമിൽ ആലോചിച്ച് നോക്കിയാലും മതി. i കോസ് തീറ്റ. കോസ് തീറ്റ ഈ ഐനും ഇടയ്ക്കുള്ള തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ 1 ആയി. i ഇൻറ്റു ഐ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ ജെയും ചെയ്ത് കഴിഞ്ഞാൽ ജെയും ആംഗിൾ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ജെ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. കെയും ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ്. k ഇൻറ്റു കെ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇത് അതേ കോർഡിനേറ്റ്സ് ഉള്ളത് 1 ആണ്. മറ്റുള്ള കോർഡിനേറ്റ്സോ i ഇൻറ്റു ജെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ i ഡോട്ട് ജെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതേപോലെ j ഡോട്ട് കെ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതാത് കോർഡിനേറ്റ്സിലുള്ള കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. മറ്റുള്ള കോർഡിനേറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്താ? ഐനും ജെയിനും, ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്, ജെ എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഐ ഇൻറ്റു ജെ ചെയ്യുമ്പോൾ വൺസ് അഗൈൻ ഐ ജെ കോസ് തീറ്റ എന്നായിരിക്കും. കോസ് തീറ്റയുടെ വാല്യൂ കോസ് ഇവിടെ 90 ആണ്. കോസ് 90ൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ടാണ് ഇത് 0 ആയി പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു, ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷനിലോട്ട് വരാം. എങ്ങനെയാണ് രണ്ടാമത്തെ രീതി പറയുന്നത്? ആദ്യത്തെ രീതി നമ്മൾ പറഞ്ഞായിരുന്നു, 2 വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഒരു സ്കെയിലർ ആണ്. ഇനി രണ്ടാമത്തതിന് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ 2 വെക്റ്റേഴ്സ് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഒരു വെക്റ്റർ ആയിരിക്കും. നേരത്തെ സ്കെയിലർ ആയിരുന്നു കിട്ടിയത്, ഇപ്പോൾ ഒരു വെക്റ്റർ ആയിരിക്കും കിട്ടുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു വെക്റ്റർ എ ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് എ വെക്റ്റർ. വെക്റ്റർ ബി ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് ബി വെക്റ്റർ. അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഇത് തമ്മിലാണ് എനിക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് എന്ന് വിചാരിക്കാം. ഓക്കെ, cross product is defined as the product of magnitude of 2 vectors and the sine of the smaller angle between them. ഓക്കെ, വൺസ് അഗൈൻ ഇത് തന്നേക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്കറിയാം, അത് മോഡുലസ് ഓഫ് എ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, അത് മോഡുലസ് ബി ആണെന്ന് വിചാരിക്കുക. അവയ്ക്കിടയ്ക്കുള്ള ആംഗിൾ ഈ സ്മോളർ ആംഗിൾ ആണ് പറയുന്നത്. ഒരിക്കൽ കൂടി സ്മോളർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ അകത്തുള്ള ആംഗിളാണ് പറയുന്നത്. പുറത്തോട്ട് വരുന്ന ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ല പറയുന്നത്, പകരം അകത്ത് കിടക്കുന്ന അക്യൂട്ട് ആംഗിളായ സ്മോളർ ആംഗിളാണ് പറയുന്നത്. അതിൻ്റെ സൈൻ തീറ്റയുമായി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇത് എന്ത് ഫോമിലാണ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിലാണ്. ഓക്കെ, ഇനി ഈ കിട്ടുന്നത് ഒരു വെക്റ്റർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, വൺസ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു വെക്റ്റർ ആണ്. അപ്പോൾ ഒരു വെക്റ്റർ പറയുമ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ പോരാ, പകരം ഡയറക്ഷനും കൂടെ ചേർത്ത് പറയണം. ഇത് സ്ഥിരമുള്ള റൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഡയറക്ഷൻ എങ്ങനെ പറയാം? നെക്സ്റ്റ് സെന്റൻസ് വായിച്ച് നോക്കിയേ. The result is a vector whose direction is perpendicular to the plane containing the 2 original vectors. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ 2 വെക്ടേഴ്സ് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ 2 വെക്ടേഴ്സ് ഇരിക്കുന്നത് ഈ ബോർഡ് എന്ന് പറഞ്ഞ പ്ലെയിനിലാണ്, ഈ ബോർഡിന്റെ ഉപരിതലത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന ആൻസറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ബോർഡിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന ഡയറക്ഷനിലായിരിക്കും എനിക്ക് റിസൾട്ടൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, 2 വെക്ടേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് 2 വെക്ടേഴ്സ് എന്ന് വിചാരിക്കുക. ഈ 2 വെക്ടേഴ്സ് കിടക്കുന്നത് ഒരു പ്ലെയിനിലാണ്, ഇങ്ങനെ ഈ പ്ലെയിനിലാണെന്ന് വിചാരിക്കുക. ഈ 2 വെക്ടേഴ്സിനെ എനിക്കൊരു പ്ലെയിനിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു പ്ലെയിൻ അതിൽ നമുക്ക് വരയ്ക്കാം. ആ പ്ലെയിനിലായിരിക്കും ഈ 2 വെക്ടേഴ്സ് കിടക്കുന്നത്. ആ പ്ലെയിനിൻ്റെ 90 ഡിഗ്രി ആംഗിളിലായിരിക്കും ഈ കിട്ടുന്ന റിസൾട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് കിടക്കുന്നത് 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഓർക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഡിഫൈൻഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് ആൻഡ് സൈൻ ഓഫ് ദി സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. എപ്പോഴും രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് ഇൻറ്റു അവയ്ക്കിടയിലുള്ള ആംഗിളിനെ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആൻഡ്
ഇത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഹൂസ് ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ 2 ഒറിജിനൽ വെക്ടേഴ്സ്. 2 വെക്ടേഴ്സിൻ്റെ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കിട്ടുന്ന ആൻസറിൻ്റെ ഡയറക്ഷൻ കിടക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഫോമിലാണ് പറഞ്ഞത്. നമുക്ക് രണ്ടാമത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം ഉണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു I.I എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, ഇന്ന് തുടങ്ങുമ്പോഴും പറഞ്ഞു. I.I എടുത്തു കഴിഞ്ഞാൽ 1 ആണ്, J.J എടുത്തു കഴിഞ്ഞാൽ 1 ആണ്, K.K എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതാത് കോർഡിനേറ്റ്സിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. എപ്പോഴാണ്? ഡോട്ട് പ്രോഡക്റ്റിന്റെ സമയത്ത്. ഇനി ക്രോസ് പ്രോഡക്റ്റിലാണെങ്കിലോ ശ്രദ്ധിക്കുക, ക്രോസ് പ്രോഡക്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് കിട്ടുന്നത് A.B എന്ന് പറയുന്നത് AB സൈൻ തീറ്റയാണ്. അപ്പോൾ I.I ചെയ്ത് കഴിഞ്ഞാൽ I ഇങ്ങനെയാണ്, ഇതേ ഡയറക്ഷനിലാണ് ഐയും കിടക്കുന്നത്, 2 എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ I.I ചെയ്ത് കഴിഞ്ഞാൽ I ഇൻറ്റു സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഇവിടെ സൈൻ 0 ആണ്. അപ്പോൾ I ഇൻറ്റു സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ ജെയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ഒരിക്കൽ കൂടെ സൈൻ തീറ്റ 0 ആയതുകൊണ്ട് J ക്രോസ് J ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതേപോലെ കെയും തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ അവ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തീറ്റ 0 ആണ്, അപ്പോൾ സൈൻ തീറ്റ 0 ആണ്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? I ക്രോസ് I ഈസ് ഈക്വൽ ടു J ക്രോസ് J ഈസ് ഈക്വൽ ടു K ക്രോസ് K ഈസ് ഈക്വൽ ടു 0. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ I.I 1 ആയിരുന്നെങ്കിൽ ഇവിടെ I ക്രോസ് I 0 ആണ്. നേരത്തെ J.J 1 ആയിരുന്നെങ്കിൽ ഇവിടെ J ക്രോസ് J 0 ആയിരുന്നു. അതേപോലെ K.K 1 ആയിരുന്നെങ്കിൽ ഇവിടെ K ക്രോസ് K 0 ആണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അതാത് വെക്ടേഴ്സിനുള്ളത് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് പറയാം. അതാത് വെക്ടേഴ്സ് അല്ല, പകരം ഒരു വെക്ടർ, ഒരു യൂണിറ്റ് വെക്ടറും മറ്റേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും, എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറും വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടറും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുവാണ് I ക്രോസ് J ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് എൻ്റെ ചോദ്യം. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലോക്ക് വൈസ് റൂൾ നമ്മൾ ഫോളോ ചെയ്യും. എന്താണ് ഈ ക്ലോക്ക് വൈസ് റൂൾ പറയുന്നത്? ശ്രദ്ധിക്കാം, ക്ലോക്ക് വൈസ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ I.J.K ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ, ഒരു ട്രയാങ്കിളിലെ 3 എൻഡ്സായി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഇവ തമ്മിൽ നമുക്ക് ആരോ മാർക്ക് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? I ക്രോസ് J ആണ് കണ്ടുപിടിക്കുന്നത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഐയിൽ നിന്നും J വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് K ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന റിസൾട്ട് K ആണ്. ഓക്കെ, ഇനി അടുത്തത് J ക്രോസ് K ആണ് എനിക്ക് വേണ്ട വാല്യൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ J ക്രോസ് K എനിക്ക് കിട്ടുന്ന വാല്യൂ I ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് K ക്രോസ് I ആണെങ്കിലോ, K ക്രോസ് I ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ J ആയിരിക്കും. ഓക്കെ, ഇനി തിരിച്ചു വരുവാണെങ്കിലും എപ്പോഴും ഓർക്കുക, ഈ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ കാര്യം അസോസിയേറ്റീവ് അല്ല. എന്ന് പറഞ്ഞാൽ I.J യും J.I യും സെയിം അല്ല. അപ്പോൾ നമുക്ക് തിരിച്ചുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ടാമത് പറയാൻ പോവാണ്, J.I എനിക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ പോകും, കെയിലോട്ട് പോകും. പക്ഷെ എനിക്ക് കിട്ടുന്നത് നെഗറ്റീവ് K ആയിരിക്കും. അപ്പോൾ J ക്രോസ് I പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് K ആയിരിക്കും. പക്ഷെ Kന് മുന്നേ ഒരു നെഗറ്റീവ് വരും. കാരണം എന്താ? നമ്മൾ തിരിച്ചാണ് പോകുന്നത്. ഓക്കെ, അതേപോലെ ലെറ്റ്സ് സേ K ക്രോസ് J ആണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് I ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ നെഗറ്റീവ് I ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ K ക്രോസ് J ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് I ആയിരിക്കും കിട്ടുന്നത്. ഇനി അതേപോലെ I ക്രോസ് K പറയുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നത്, I ക്രോസ് K പറയുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് J ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് J ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ റൂൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ റൂൾ ഫോളോ ചെയ്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ റൂൾ ഫോളോ ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് മോഡുലസ് ഓഫ് A ഈക്വൽ ടു 2 ആൻഡ് മോഡുലസ് ഓഫ് B ഈസ് ഈക്വൽ ടു 3 ഈസ് 1. ഓക്കെ, 2 വെക്ടേഴ്സ് ഉണ്ട്, A വെക്ടർ ഉണ്ട്, B വെക്ടർ ഉണ്ട്. A വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണെന്ന് തന്നിട്ടുണ്ട്, B വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് അവയുടെ റിസൾട്ടന്റിന്റെ വാല്യൂ 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് A ക്രോസ് B എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി നോക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മോഡുലസ് ഓഫ് A തന്നിട്ടുണ്ട്,
2 എന്ന് പറഞ്ഞിട്ടുണ്ട്, മോഡുലസ് ഓഫ് ബി തന്നിട്ടുണ്ട് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. എ പ്ലസ് ബി അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് അതാണ് 1 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എൻ്റെയും ബിൻ്റെയും റിസൾട്ടൻ്റ് ആണ് 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ 1 എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ 1 എന്ന് പറയുന്നത് 3 മൈനസ് 2 ആണ്. അപ്പോൾ ബി മൈനസ് എ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ബി മൈനസ് മോഡുലസ് ഓഫ് എ ആണ് ഇത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും എന്ത് ചെയ്താൽ ഈ കോസ് തീറ്റ വാല്യൂ എന്തായാലായിരിക്കും ബി മൈനസ് എ എന്ന് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, കോസ് തീറ്റ വാല്യൂ -1 ആയിരുന്നെങ്കിൽ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, -1 ആണ് കോസ് തീറ്റ, അപ്പോൾ -2ab എന്നായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. എ മൈനസ് ബിയോ ബി മൈനസ് എയോ ആയിക്കോട്ടെ, എന്തായാലും ഒന്നാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ആൻസർ ബി മൈനസ് എ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് കോസ് തീറ്റയുടെ വാല്യൂ -1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെങ്കിൽ പൈ ആണ്. പൈ അല്ലെങ്കിൽ 180 ഡിഗ്രി, പൈ എന്ന് പറഞ്ഞാൽ റേഡിയൻസിൽ എഴുതിയതാണ്. 180 ഡിഗ്രി ആംഗിൾ പറഞ്ഞാലും പറയാം. ഇനി ചോദ്യം എന്താണ്? വാട്ട് ഈസ് എ ക്രോസ് ബി എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ. ഇത് വൺസ് അഗൈൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണ്. കാരണം എന്താ? നമുക്ക് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അറിയാം. ഇപ്പോൾ നമുക്ക് തീറ്റ കിട്ടിയതേ ഉള്ളൂ, പൈ അല്ലെങ്കിൽ 180 ഡിഗ്രി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ഇൻറ്റു 3 ഇൻറ്റു സൈൻ 180. സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി, രണ്ടിൻ്റെയും മോഡുലസ്. ഓക്കെ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഡോട്ട് ബി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? വൺസ് അഗൈൻ എ ക്രോസ് ബിയുടെ മോഡുലസ് എന്തായിരിക്കും? എ ക്രോസ് ബിയുടെ മോഡുലസ് എന്ന് പറയുന്നത് എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് തന്നിട്ടുള്ളത് അല്ലേ? എ ക്രോസ് ബിയുടെ എക്സ്പ്രഷൻ ഞാൻ എഴുതി, എ ഡോട്ട് ബിയുടെ എക്സ്പ്രഷൻ ഞാൻ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ എന്ത് കിട്ടും? എയും ബിയും ഒക്കെ കട്ട് ചെയ്ത് പോകും. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ? ഈ കോസ് തീറ്റ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പുറത്ത് 1 ഉണ്ടാകത്തുള്ളൂ, ഇപ്പുറത്ത് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ പൈ ബൈ 4 ആയിരിക്കും. റേഡിയൻസിൽ എഴുതുകയാണെങ്കിൽ പൈ ബൈ 4 ആയിരിക്കും. അതായിരിക്കും അവ തമ്മിലുള്ള ആംഗിൾ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ജെ മൈനസ് 2k. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ ക്രോസ് ബി നമുക്ക് എഴുതാം. എ ക്രോസ് ബി കണ്ടുപിടിക്കണം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂൾ ഫോളോ ചെയ്ത് വേണം എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ. നമുക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. ആദ്യം ഐനെ എല്ലാ ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഐ ക്രോസ് ജെ, ആദ്യം ഐ ക്രോസ് ജെ പ്ലസ് ഐ ക്രോസ് -2k അല്ലേ? ഐ ക്രോസ് -2k പ്ലസ് ജെ ക്രോസ് ജെ, ജെ ക്രോസ് ജെ പ്ലസ് ജെ ക്രോസ് -2k. ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് നമുക്കറിയാം, ശ്രദ്ധിക്കാം, ഈ പടം നോക്കിയാൽ മതി. ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ നമുക്ക് കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് കെ എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ഐ ക്രോസ് -2k. ഓക്കെ, ആ -2 അവിടെ ഇരുന്നോട്ടെ. ആദ്യം ഐ ക്രോസ് കെ ചെയ്യാം. ഐ ക്രോസ് കെ ഇതാ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ആണ്, റെഡിൽ എഴുതി കാണിക്കുന്നതല്ല, നെഗറ്റീവ് ആണ്. അപ്പോൾ ഐ ക്രോസ് കെ -j ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വൺസ് -j ആണെന്ന് എനിക്ക് കിട്ടുന്നത് ഇൻറ്റു ഓൾറെഡി അവിടെ ഒരു -2 ഉണ്ട്, -2k ആണ്. അപ്പോൾ
ഐ ക്രോസ് കെ കിട്ടി, നെഗറ്റീവ് ജെ ആണ്, ഇൻറ്റു -2 അതും കൂടെ എഴുതുക. ജെ ക്രോസ് ജെ 0 ആണെന്ന് എനിക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു. അതാത് ഇതുണ്ടെങ്കിൽ സൈൻ ജെനും ജെനും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ്. സൈൻ 0 ആയതുകൊണ്ട് അത് 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ജെ ഡോട്ട് ജെ അതാത് യൂണിറ്റ് വെക്ടർ വന്നു കഴിഞ്ഞാൽ, അതാത് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതാത് ഡയറക്ഷനുള്ള ഏത് വെക്ടർ വന്നു കഴിഞ്ഞാൽ, ഒരേ ഡയറക്ഷനിലുള്ള 2 വെക്ടർ വന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത് ജെ ക്രോസ് 2k ശ്രദ്ധിക്കുക, -2k ആണ്. ആ -2k അവിടെ ഇരുന്നോട്ടെ. ആദ്യം ജെ ക്രോസ് കെ നമുക്ക് ചെയ്യണം. ഓക്കെ, ജെ ക്രോസ് കെ തിരിച്ചു വരുവാണ്. അപ്പോൾ എൻ്റെ ജെ ക്രോസ് കെ അതേ ഡയറക്ഷനിൽ പോവാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഐ ആയിരിക്കും. ഓക്കെ, പ്ലസ് ഐ ആണ് ഇൻറ്റു -2. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയാ? -2i. ഇവിടെ -2i ഉണ്ട്. ജെയിന് ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, പ്ലസ് 2j പ്ലസ് കെ ഇവിടെ ഉണ്ട്. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ വെക്റ്റർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് ഫോമിൽ തന്നു കഴിഞ്ഞാൽ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു സ്കേലർ ആയിരിക്കും. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു വെക്ടർ ആയിരിക്കും. ഓക്കെ, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ഇൻറ്റു ബി, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ. 2 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യണം, അവ തമ്മിലുള്ള ആംഗിളിന്റെ സൈൻ തീറ്റ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന് ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് ദീസ് 2 വെക്ടേഴ്സ്. ആ 2 വെക്ടേഴ്സ് നിൽക്കുന്നത്, ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 2 വെക്ടേഴ്സ് നിൽക്കുന്ന പ്ലെയിനിന്, ഇതാണ് ആ പ്ലെയിൻ എന്ന് വിചാരിക്കുക, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ആയിരിക്കും. ഓക്കെ, ഇനി അത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിലാണ് പറഞ്ഞത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡയഗ്രാം ഓർക്കണം. സൈക്ലിക്കൽ ഡയഗ്രാം ആണ്. എങ്ങനെയാണ് വരുന്നത്? ഐ ജെ കെ എഴുതുക, 3 ട്രയാങ്കിളുടെ കോർഡിനേറ്റ്സ് പോലെ, ഒരു ട്രയാങ്കിളുടെ 3 അറ്റം പോലെ എഴുതുക. എന്നിട്ട് ആരോ മാർക്ക് ഇടുക. ഐ ക്രോസ് ജെ ആണെങ്കിൽ കെ, ജെ ക്രോസ് കെ ആണെങ്കിൽ ഐ, കെ ക്രോസ് ഐ ആണെങ്കിൽ ജെ. ഓക്കെ, തിരിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഐ ക്രോസ് കെ ആണെങ്കിൽ നെഗറ്റീവ് ജെ, അതുകൊണ്ട് റെഡിൽ കാണിച്ചിരിക്കുന്നത്. കെ ക്രോസ് ജെ ആണെങ്കിൽ നെഗറ്റീവ് ഐ, ജെ ക്രോസ് ഐ ആണെങ്കിൽ നെഗറ്റീവ് കെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ആൻഡ് കറസ്പോണ്ടിങ് ഒബ്വിയസ്ലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണോ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്നുള്ളത് അതും കൂടെ എഴുതാൻ മറക്കരുത്. അതായത് ഇവിടെ -2k വന്നു, അത് എഴുതാൻ മറക്കരുത്. അപ്പോൾ -2k ആണ്. അപ്പോൾ ആദ്യം ഐ ക്രോസ് കെ ചെയ്തിട്ട് ഈ -2നെയും കൂടെ ഉൾക്കൊള്ളാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ട് പോകാം. റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷണൽ. റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ ചാപ്റ്റർ നമ്പർ 1-ൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിയതായിരുന്നു, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ 2 ഡയമെൻഷനലി ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ is the same concept as relative velocity in 1 dimension. എന്തായിരുന്നു നമ്മൾ അവിടെ പഠിച്ച കൺസെപ്റ്റ്, അത് സെയിം തന്നെയാണ്. ഇത് അറിഞ്ഞുകൂടാത്തവർ സെഷൻ ചാപ്റ്റർ നമ്പർ 1-ൽ എനിക്ക് തോന്നുന്നു സെഷൻ നമ്പർ 6 ആണെന്ന് തോന്നുന്നു, അത് പോയി കണ്ടിട്ട് വരിക. എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡഡ് ആണ്, താഴെ അതിൻ്റെ ലിങ്ക്സ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് വരിക. ഇനി 2 ഡയമെൻഷനിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇതെല്ലാം വെക്ടേഴ്സ് ആയിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, വെക്ടേഴ്സ് ആയിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി ആയിരിക്കും പറയുന്നത്. ഇത് വെക്റ്റർ സബ്ട്രാക്ഷൻ ആണ്, മറക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു അല്ലേ. ഒരു വെക്ടറിനെ തിരിച്ചിട്ട് മറ്റതിന് കൂടെ ആഡ് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടി കഴിഞ്ഞ സെഷൻസ് കണ്ടിട്ട് വരിക. അതേപോലെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ പറയണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ബി മൈനസ് ഓഫ് വെലോസിറ്റി ഓഫ് എ എന്നെഴുതിയാൽ മതി. അപ്പോൾ എപ്പോഴും വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്ന വെക്റ്റർ വിൽ ബി is equal to നെഗറ്റീവ് ഓഫ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആയിരിക്കും. അതായത് ഒരു വെക്ടറിന്റെ എനനുസരിച്ചുള്ള ബിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ബിനനുസരിച്ചുള്ള എന്റെ വെലോസിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ കൺസെപ്റ്റ് മറക്കരുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അധികം ഇതിൽ ഡിസ്കസ് ചെയ്യാനില്ല, പ്രാക്ടിക്കലി 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും വെക്ടേഴ്സിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, എ ബോട്ട് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി 3i minus 4j ആൻഡ് വാട്ടർ ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി ആണ്, വിത്ത് വെലോസിറ്റി -3i minus 4j ബോത്ത് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. ഓക്കെ, ഒരു
തോണി അല്ലെങ്കിൽ വള്ളം പോകുന്നുണ്ട്. ആ വള്ളം പോകുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്, അതിൻ്റെ വെക്ടറാണ് ഈ തന്നിട്ടുള്ളത്. ആൻഡ് വെള്ളത്തിന് പോകുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. -3i -4j ആണ്. രണ്ടും ഗ്രൗണ്ടിനനുസരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ? വെള്ളത്തിനനുസരിച്ച് ബോട്ടിന് എത്ര വെലോസിറ്റി ഉണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. മനസ്സിലായില്ലെങ്കിൽ മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്നിച്ച് നോക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. അതേപോലെ നോട്ട്സ് വേണമെന്നുള്ളവർ കുറച്ചൊന്ന് റീവൈൻഡ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക. ഈ ബോർഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ പറഞ്ഞിട്ടുള്ളത്? വെലോസിറ്റി ഓഫ് ബോട്ട് VB എന്ന് ഞാൻ പറയുവാണ്. VB എത്രയാണ് തന്നിട്ടുള്ളത്? -3i -4j. ഇതാണ് ബോട്ടിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് -3i -4j ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ? അപ്പോൾ VBW ആണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഈസ് VB -VW ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്യാം? മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് ഉള്ള കറസ്പോണ്ടിങ് ഡയറക്ഷനിലുള്ളത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 -3 × I. ഓക്കെ, ഐയിലുള്ളതെല്ലാം മൈനസ് ചെയ്ത് എഴുതണം. അപ്പോൾ 3 -3 of I plus -4 -4j. Okay, -4 -4j. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ആൻസർ. വിവരിച്ച് എഴുതി കഴിഞ്ഞാൽ 3 + 3 6i പ്ലസ് -4 -4 എന്ന് പറഞ്ഞാൽ +4 ആണ്. അപ്പം അത് 0. അപ്പോൾ 0 എന്നാണ് എനിക്ക് 6i ആണ് ആൻസർ. അതായത് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ നോക്കിക്കഴിഞ്ഞാൽ ആ ബോട്ടിന് 6i x ഡയറക്ഷനിൽ 6 യൂണിറ്റ്സ് ഉള്ള വെലോസിറ്റി ആണ് ഉള്ളത്. ഇത് ഇപ്പോൾ യൂണിറ്റ് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മേ ബി ഇത് m/s എന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് m/s ആയിരുന്നേനെ. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് എഴുതാൻ മറക്കരുത്. എനിവേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഒന്ന്, ആദ്യം ബേസിക്കലി നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നായിരുന്നു. കഴിഞ്ഞ സെഷനിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. അതിനുശേഷം നമ്മൾ ഇന്ന് ക്രോസ് പ്രോഡക്റ്റിനെ കുറിച്ചായിരുന്നു ബേസിക്കലി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എന്താ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, രണ്ട് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ആണെങ്കിൽ അതിന് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിൽ A × B എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A × മോഡുലസ് ഓഫ് B × sin θ ആണ്. കിട്ടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ കണ്ടെയ്നിങ് ദീസ് ടു വെക്ടേഴ്സ്. ഏത് വെക്ടേഴ്സിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ഡയറക്ഷൻ. അത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിലാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഈ പടം വരച്ച് എഴുതിയെടുക്കാൻ മറക്കരുത്. അതിൻ്റെ കോഎഫിഷ്യൻസിലൂടെ എഴുതിയെടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു. ദെൻ റിലേറ്റീവ് വെലോസിറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. റിലേറ്റീവ് വെലോസിറ്റി സെയിം കൺസെപ്റ്റ് ആണ്, പക്ഷേ വെക്ടേഴ്സ് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ആൻഡ് സ്ക്രീൻഷോട്ട് നോട്ട്സ് വേണമെന്നുള്ളവർ ഒരിക്കൽ കൂടി കുറച്ച് റീവൈൻഡ് ചെയ്തിട്ട് നേരത്തെ ബോർഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ എഴുതിയെടുത്തോളാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.